ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രി സ്വസ്ഥമായി, സമാധാനമായി, വേദനകളില്ലാതെ, വിഷമങ്ങൾ കൂടാതെ, ഭയം കൂടാതെ, ആകാംക്ഷ അകറ്റി, ആകുലതകൾ അകറ്റി, ദൈവസന്നിധിയിൽ സുഖമായ ഒരു ഉറക്കത്തിനു വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഇന്ന് വരെ ദൈവം ചെയ്ത നന്മകളെ ഓർക്കാം. നാളെ കർത്താവിൻ്റെ ഇടപെടലിനെ ഓർക്കാം. കർത്താവ് കൂടെയുള്ളപ്പോൾ നാം എന്തിനു ഭയപ്പെടണം? ഏതൊക്കെ പ്രതിസന്ധികളിലും കർത്താവിൻ്റെ കരം നമ്മെ രക്ഷിച്ചിട്ടുണ്ട്. അവിടുത്തോട് ആലോചന ചോദിക്കുന്നവർക്ക്, പ്രശ്നങ്ങളിൽ കർത്താവിലേക്ക് തിരിയുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പ്രശ്നങ്ങൾ ഇല്ലാത്ത മനുഷ്യരില്ല. എന്നാൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ആരോട് നാം അഭിപ്രായം ചോദിക്കണം, ആരിലേക്ക് നാം തിരിയണം എന്നതൊരു വലിയ വസ്തുത തന്നെ. അതിനാൽ പ്രശ്നങ്ങൾ വരുമ്പോൾ കർത്താവിലേക്ക് നാം നോക്കിയാൽ, കർത്താവിനോട് ആലോചന ചോദിച്ചാൽ, അവിടുന്ന് നമ്മുടെ ജീവനും സ്വത്തിനും നമ്മുടെ ആരോഗ്യത്തിനും എല്ലാം സംരക്ഷണം നൽകും. അവിടുന്ന് നമുക്ക് പുതിയ വഴി തുറന്നു തരും. അവിടുന്ന് നമുക്ക് ജ്ഞാനം നൽകി പ്രശ്നങ്ങളെ അതിജീവിച്ച് കീഴ്പ്പെടുത്താനുള്ള ശക്തി നൽകും. അതിനാൽ ഇന്ന് നാം ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ മേൽ കർത്താവ് ആധിപത്യമെടുക്കുന്നതിന് വേണ്ടി, കർത്താവ് നമുക്ക് വേണ്ടി പൊരുതി നമുക്ക് വിജയം നൽകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം. ഈ രാത്രിയിൽ സുഖമായ ഉറക്കത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ അലട്ടുന്ന എല്ലാ വിഷമങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും എന്ന വിശ്വാസത്തോടെ, ധൈര്യത്തിനു വേണ്ടി, ശക്തിക്കു വേണ്ടി, സമാധാനത്തിനു വേണ്ടി, സന്തോഷത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സുരക്ഷിതത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ വചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 60:9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സുരക്ഷിത നഗരത്തിലേക്ക് ആരെന്നെ നയിക്കും? ഏദോമിലേക്ക് ആരെന്നെ കൊണ്ടുപോകും? ദൈവമേ, അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചില്ലേ? അങ്ങ് ഞങ്ങളുടെ സൈന്യത്തോടൊപ്പം ഇല്ലല്ലോ. ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണ്. ദൈവത്തോടൊത്ത് ഞങ്ങൾ ധീരമായി പൊരുതും. അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കുന്നത്. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ അനുഗ്രഹത്തിനു വേണ്ടി, സമാധാനത്തിനു വേണ്ടി, സന്തോഷത്തിനു വേണ്ടി, സുരക്ഷിതത്വത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, യുവതി യുവാക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വലത്ത് കൈയാൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, അങ്ങയുടെ വലത്ത് കൈയിൽ ശക്തിയുണ്ട്. അങ്ങ് ശക്തിയുടെ മൂർത്തിമത് ഭാവമാണ്. ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങൾ നിന്നെ ആശ്രയിക്കുമ്പോൾ ഞങ്ങൾക്ക് ശക്തി പകർന്നു തരണമേ. കർത്താവേ, ഞങ്ങളുടെ അറിവില്ലായ്മയിൽ ഞങ്ങൾ നിന്നെ ആശ്രയിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിവ് പകർന്നു തരണമേ. ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ, ഞങ്ങളുടെ രോഗാവസ്ഥയിൽ ഞങ്ങൾ നിന്നെ ആശ്രയിക്കുമ്പോൾ ഞങ്ങൾക്ക് സൗഖ്യവും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സംശയങ്ങളിൽ ഞങ്ങൾ നിന്നെ ആശ്രയിക്കുമ്പോൾ ഞങ്ങൾക്ക് ശക്തിയും വിശ്വാസവും നൽകി, പുതിയ പ്രോത്സാഹനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിക്കാനുള്ള ആഗ്രഹം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ ഇന്നോളം വന്നുപോയ പിഴവുകളെ, അറിഞ്ഞും അറിയാതെയും ഞങ്ങൾക്ക് സംഭവിച്ചു പോയ തെറ്റുകളെ, പിഴവുകളെ, ദൗർഭാഗ്യങ്ങളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഫലമില്ലാത്ത ജീവിതത്തെ സമർപ്പിക്കുന്നു. കർത്താവേ, ഫലം പുറപ്പെടുവിക്കുക എന്നതാണ് നീ ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതിനാൽ നന്മയുടെ ഫലം പുറപ്പെടുവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ നൽകിയ കഴിവുകൾ ഓരോന്നും ഉപയോഗിച്ച്
ഫലമുള്ളവരായി ജീവിക്കാൻ കൃപ തരണമേ. അതിനാൽ ഇന്നുവരെ ഫലമില്ലാതെ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ ഞങ്ങളുടെ ഈ ആയുസ്സിനെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവനെ, ആയുസ്സിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇനിയുള്ള കാലം ഫലത്തോടുകൂടി നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷമായി ജീവിക്കാൻ, നല്ല വ്യക്തികളായി ജീവിക്കാൻ, അകത്തും പുറത്തും നന്മയുടെ വ്യക്തികളായി ജീവിക്കാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ ശത്രുക്കളിൽ നിന്നും, കാണപ്പെടുന്നതും മറഞ്ഞിരിക്കുന്നതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആത്മീയവും ഭൗതികവും എല്ലാ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, നിന്റെ ശക്തമായ കരം ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ശത്രുവിനെതിരെ പോരാടുന്നതിനുമായി നീ ഉയർത്തണമേ. നിന്റെ രക്ഷയുടെ കരം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നേരെ നീട്ടി എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, അപകട സൂചനകളിൽ നിന്നും, ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും, കെണികളിൽ നിന്നും, സാത്താൻ്റെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും, പ്രലോഭനങ്ങളിൽ നിന്നും കർത്താവേ ഈ രാത്രിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. സുഖമായ നിദ്ര നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ട ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവെ, പരീക്ഷ എഴുതുന്നവരെ സമർപ്പിക്കുന്നു. ബോർഡ് എക്സാംസിനു വേണ്ടി തയ്യാറാകുന്നവരെ സമർപ്പിക്കുന്നു. മക്കളെ കുറിച്ച് ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. അവർക്ക് സന്തോഷത്തിനുള്ള, സമാധാനത്തിനുള്ള വക നൽകി അവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥയെയും സമർപ്പിക്കുന്നു. എല്ലാ ദുഃഖവും, ദുരിതവും, വേദനയും, നിരാശയും സമർപ്പിക്കുന്നു. എല്ലാം അറിയാവുന്ന ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങൾക്കൊരു മാറ്റം നൽകണമേ. മനസ്സിന് സന്തോഷം നൽകണമേ. പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഭാരപ്പെടുന്ന ഏതു പ്രശ്നങ്ങളിലും പരിഹാരം ദൈവത്തിലുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഒന്നുകൂടി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കരുണാമയനായ ദൈവമേ, സമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. ഉറക്കമില്ലായ്മ മാറ്റി നല്ല ഉറക്കം നൽകി, ശരീരത്തിന് സ്വസ്ഥതയും സമാധാനവും നൽകി, എല്ലാ ശാരീരിക വേദനകളിൽ നിന്നും ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും, ആവശ്യങ്ങളെയും, പ്ലാനുകളെയും അങ്ങ് വിജയിപ്പിക്കണമേ. ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. എല്ലാറ്റിലും ഉപരി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച്, ഞങ്ങളുടെ ബലഹീനതകൾ ക്ഷമിച്ച്, ഞങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച്, നിന്റെ കൂടെ വസിക്കുന്നവരായി, ഫലമുള്ളവരായി ഇനിമേൽ ഞങ്ങൾ കാണപ്പെടുന്നതിന് ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് സമാധാനത്തോടെ ഉറങ്ങാൻ അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ.
നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആയുസ്സും ആരോഗ്യവും നൽകി നാളത്തെ പ്രഭാതം കാണാൻ നമ്മെ അവിടുന്ന് വിളിച്ചുണർത്തുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സാധിക്കുന്നവർ ഈ വീഡിയോ ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ.